നമ്മൾ ഇന്നിവിടെ നോക്കാൻ പോകുന്ന ടോപ്പിക് ഇന്ത്യൻ ഭരണഘടനയുടെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടോപ്പിക്കാണ് മൗലിക അവകാശങ്ങൾ. നമുക്കറിയാം, ഏതൊരു എക്സാമിന് PSC എക്സാമിന് ആയാലും ശരി, മൗലിക അവകാശങ്ങൾ എന്ന ഭാഗത്തു നിന്ന് ഒരു ക്വസ്റ്റ്യൻ പോലും ഇല്ലാത്തൊരു പേപ്പർ ഇതുവരെ ഉണ്ടായിട്ടില്ല. നമുക്ക് ലാഗാക്കാണ്ട് മൗലിക അവകാശങ്ങളിലേക്ക് കടക്കാം. ഞാൻ വളരെ സ്ലോ ആയിട്ടാണ് എല്ലാം പറയുന്നത്, വീണ്ടും റിപ്പീറ്റ് ചെയ്ത് ഞാൻ പറയുന്നുണ്ട്. ഇപ്പോൾ എല്ലാവരും ഒപ്പം തന്നെ പഠിച്ചിട്ട് പോകണം. മൗലിക അവകാശങ്ങളുടെ ശില്പി എന്നറിയപ്പെടുന്നത് ആരാണ്? സർദാർ വല്ലഭായ് പട്ടേൽ. മൗലിക അവകാശങ്ങളുടെ ശില്പി ആരാണ്? സർദാർ വല്ലഭായ് പട്ടേൽ. മൗലിക അവകാശങ്ങൾ ഉൾപ്പെടുത്തിയിരിക്കുന്നത് ഭാഗം 3-ലാണ് മൗലിക അവകാശങ്ങൾ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. മൗലിക അവകാശങ്ങളെക്കുറിച്ച് പ്രതിപാദിക്കുന്ന ആർട്ടിക്കിൾ എത്രാമത്തെ ഏതിലാണ്? 12 മുതൽ 35 വരെയാണ്. മൗലിക അവകാശങ്ങൾ ഭാഗം 3-ലാണ്. 12 മുതൽ 35 വരെയുള്ള ആർട്ടിക്കിളിലാണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത്. മൗലിക അവകാശങ്ങൾ കടമെടുത്തിരിക്കുന്നത് എവിടെ നിന്നാണ്? അമേരിക്കയിൽ നിന്നാണ്, അല്ലേ? അമേരിക്കയിലെ ബിൽ ഓഫ് റൈറ്റ്സിൽ നിന്നാണ് നമ്മുടെ മൗലിക അവകാശങ്ങൾ കടമെടുത്തിരിക്കുന്നത്. കൂടാതെ മൗലിക അവകാശങ്ങൾ അല്ലാണ്ട് അമേരിക്കയിൽ നിന്ന് കടമെടുത്തിട്ടുള്ള വേറെ കുറച്ച് ആശയങ്ങളാണ് ആമുഖം, പ്രിയാമ്പിൾ, ജുഡീഷ്യൽ റിവ്യൂ, പ്രസിഡൻറ്റിൻ്റെ ഇംപീച്ച്മെൻറ്റ്, രാഷ്ട്രപതിയുടെ ചുമതലകൾ. അടുത്തത് ഭരണഘടനയുടെ ആണിക്കല്ല് എന്ന് പറഞ്ഞാൽ ആമുഖമാണ്. പിന്നെ ഇന്ത്യയുടെ മാഗ്ന കാർട്ട, സ്വാതന്ത്ര്യത്തിന് വിളക്കുകൾ എന്നീ വിശേഷങ്ങളുള്ള ഭരണഘടനാ ഭാഗമാണ് ഭാഗം 3. മൗലിക അവകാശങ്ങളുടെ സംരക്ഷകൻ എന്നറിയപ്പെടുന്നത് ആരാണ്? സുപ്രീം കോടതിയാണ് മൗലിക അവകാശങ്ങളുടെ സംരക്ഷകൻ. പിന്നെ മനുഷ്യാവകാശങ്ങളുടെ സംരക്ഷണം ആരാണ്? മനുഷ്യാവകാശ അധ്യക്ഷനാണ്. അടിയന്തരാവസ്ഥ കാലത്ത് നിലനിൽക്കുന്ന മൗലിക അവകാശങ്ങൾ ഏതൊക്കെയാണ്? ആർട്ടിക്കിൾ 20-ഉം ആർട്ടിക്കിൾ 21-ഉമാണ്. എന്തൊക്കെ വന്നാലും ഈ ആർട്ടിക്കിൾ 20-ഉം 21-ഉം നമ്മുടെ എന്ത് ഭേദഗതി വന്നാലും ഇത് നീക്കം ചെയ്യില്ല. കാരണം എന്താണ്? ആർട്ടിക്കിൾ 20 എന്ന് വെച്ചാൽ കുറ്റം ചെയ്യുന്നതിനുള്ളൊരു സംരക്ഷണം. ആർട്ടിക്കിൾ 21 എന്താ? ജീവിക്കാനുള്ള ഒരു അവകാശം. അതുകൊണ്ട് തന്നെ ഈ ആർട്ടിക്കിൾ 20-ഉം 21-ഉം എന്തൊക്കെ വന്നാലും അത് നീക്കം ചെയ്യില്ല. അടുത്ത ഭരണഘടന നിലവിൽ വരുമ്പോൾ മൗലിക അവകാശങ്ങൾ 7 എണ്ണം ഉണ്ടായിരുന്നു. ഭരണഘടന നിലവിൽ വരുമ്പോൾ മൗലിക അവകാശങ്ങൾ 7 എണ്ണം ഉണ്ടായിരുന്നു. ഇപ്പോൾ അത് 6 എണ്ണമായി ചുരുങ്ങി. എന്തുകൊണ്ടെന്ന് 44-ാം ഭേദഗതി പ്രകാരം മൗലിക അവകാശങ്ങളിൽ നിന്നും ഒരു എടുത്തു മാറ്റിയൊരു അവകാശമാണ് സ്വത്തവകാശം. അതോടുകൂടിയാണ് മൗലിക അവകാശങ്ങൾ 6 എണ്ണമായി ചുരുങ്ങിയത്. ഇതൊക്കെയാണ് മൗലിക അവകാശങ്ങൾ സംരക്ഷകൻ സുപ്രീം കോടതിയാണ്. അടിയന്തരാവസ്ഥ കാലത്ത് നിലനിൽക്കുന്ന മൗലിക അവകാശങ്ങൾ ആർട്ടിക്കിൾ 20, 21 നിലവിൽ മൗലികാവകാശങ്ങളുടെ എണ്ണം 6 എണ്ണം, അത് 7 ഉണ്ടായിരുന്നു. സ്വത്തവകാശം 44-ാം ഭേദഗതി പ്രകാരം മൗലിക അവകാശത്തിൽ നിന്ന് എടുത്തു മാറ്റി, അല്ലേ? അടുത്തത് ഇന്ത്യയിലെ ജനങ്ങൾക്ക് ഉറപ്പു നൽകേണ്ട അവകാശങ്ങളുടെ പട്ടിക സമർപ്പിച്ച റിപ്പോർട്ടാണ് 1928-ലെ നെഹ്റു റിപ്പോർട്ട്. തയ്യാറാക്കിയത് ആരാണ്? മോത്തിലാൽ നെഹ്റു ആണ്. അടുത്ത മൗലിക അവകാശങ്ങളെക്കുറിച്ചുള്ള പ്രമേയം പാസാക്കിയ കോൺഗ്രസ് സമ്മേളനമാണ് കറാച്ചി സമ്മേളനം 1931. ഇത് തയ്യാറാക്കിയത് ജവഹർലാൽ നെഹ്റു ആയിരുന്നു. ആധുനിക ജനാധിപത്യത്തിൻ്റെ ബൈബിൾ എന്നറിയപ്പെടുന്ന റൂസോയുടെ രചന സോഷ്യൽ കോൺട്രാക്റ്റ്. ഇതാണ് ആധുനിക ജനാധിപത്യത്തിൻ്റെ ബൈബിൾ എന്നറിയപ്പെടുന്ന റൂസോയുടെ രചനയാണ് സോഷ്യൽ കോൺട്രാക്റ്റ്. 1931 കറാച്ചി സമ്മേളനത്തിന് അധ്യക്ഷനാരായിരുന്നു? നമ്മുടെ സർദാർ വല്ലഭായ് പട്ടേലിനായിരുന്നു. മൗലിക അവകാശങ്ങളുടെ പ്രഖ്യാപനമായിരിക്കും ഭാവി ഇന്ത്യയുടെ അടിസ്ഥാനം എന്ന് പ്രഖ്യാപിച്ച കോൺഗ്രസ് സമ്മേളനം. ഇത് വളരെ ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടോപ്പിക്കാണ്. പല PSC എക്സാമിന് ഞാൻ കണ്ടിട്ടുണ്ട്. ആ മൗലിക അവകാശങ്ങളുടെ പ്രഖ്യാപനമായിരിക്കും ഭാവി ഇന്ത്യയുടെ അടിസ്ഥാനം എന്ന് പ്രഖ്യാപിച്ചത് ആരാണ്? കോൺഗ്രസ് ഏത് സമ്മേളനത്തിലാണ് ഇത് പ്രഖ്യാപിച്ചത് എന്ന് ചോദിക്കും. മദ്രാസ് 1927. അധ്യക്ഷനായിരുന്നു MA അൻസാരി. മൗലിക അവകാശങ്ങൾ സ്ഥാപിച്ചു കിട്ടുന്നതിനായി കോടതി പുറപ്പെടുവിക്കുന്ന ഉത്തരവിനെ റിട്ട് എന്ന് പറയുന്നു. മൗലിക അവകാശങ്ങൾ സ്ഥാപിച്ചു കിട്ടുന്നതിനായി കോടതി പുറപ്പെടുവിക്കുന്ന ഉത്തരവിനെ റിട്ട് എന്ന് പറയുന്നു. ആർട്ടിക്കിൾ 32-ലാണ് റിട്ടുകളെ കുറിച്ച് പറയുന്നത്. 5 തരത്തിലുള്ള റിട്ടുകളുണ്ട്. അത് 5 എണ്ണം മാത്രം പറയാം, പിന്നെ നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് അടുത്ത വീഡിയോയിൽ പറയാം. ഹേബിയസ് കോർപ്പസ്, മാൻഡമസ്, കോ വാറൻറ്റോ, സെർഷ്യറർ, പ്രൊഹിബിഷൻ എന്നിങ്ങനെ 5 റിട്ടുകളാണ് ഉള്ളത്. അടുത്ത നമുക്ക് മൗലിക അവകാശങ്ങൾ. നമ്മൾ പറഞ്ഞു 6 മൗലിക അവകാശങ്ങളാണ് ഉള്ളത്. 1 സമത്വത്തിനുള്ള അവകാശം,
സ്വാതന്ത്ര്യത്തിനുള്ള അവകാശം, ചൂഷണത്തിനെതിരെയുള്ള അവകാശം, മതസ്വാതന്ത്ര്യത്തിനുള്ള അവകാശം, സാംസ്കാരികവും വിദ്യാഭ്യാസപരവുമായ അവകാശം, ഭരണഘടന പ്രതിവിധികൾക്കുള്ള അവകാശം എന്നിങ്ങനെ 6 മൗലിക അവകാശങ്ങളാണ് ഉള്ളത്. നമുക്കിത് ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. അടുത്ത സമത്വത്തിനുള്ള അവകാശമാണ് ഫസ്റ്റ് വൺ. 14 തൊട്ട് 18 വരെയുള്ളതാണ് സമത്വത്തിനുള്ള അവകാശം. ആർട്ടിക്കിൾ 14 എന്താണ് പറയുന്നത്? ആർട്ടിക്കിൾ 14 നിയമസമത്വവും നിയമപരിരക്ഷയുമാണ്. ആദ്യത്തെ വന്ന് സമത്വത്തിനുള്ള അവകാശം. അതിൽ വരുന്ന ആർട്ടിക്കിൾ 14 തൊട്ട് 18 വരെ എന്ന് പറഞ്ഞു. 14 എന്താണ്? നിയമസമത്വം, നിയമം എല്ലാവർക്കും ഒരുപോലെ ആവണം, നിയമസമത്വം. പിന്നെ ആർട്ടിക്കിൾ 15 മതം. ഫസ്റ്റത്തെ നിയമസമത്വം. രണ്ടാമത്തെ വിവേചനം പാടില്ല. മതത്തിലായാലും ജാതിയിലായാലും ലിംഗത്തിലായാലും ഒരാളെയും നമ്മൾ വേർതിരിച്ച് കാണാൻ പാടില്ല. വിവേചനം കാണിക്കാനോ പറയാനോ പാടില്ല. ആർട്ടിക്കിൾ 16 പൊതു നിയമങ്ങളിൽ അവസര സമത്വം ഉറപ്പുവരുത്തുന്നു. എല്ലാ നിയമങ്ങളിലും ജെൻഡർ ഡിസ്ക്രിമിനേഷൻ പോലെ അവർക്ക് ജെൻഡർ ഡിസ്ക്രിമിനേഷൻ പോലെ ബോയ്സിന് ഗേൾസിന് അങ്ങനെ ഒരു വേർതിരിവ് ഒന്നിലും ഉണ്ടാവാൻ പാടില്ല. ആർട്ടിക്കിൾ 17 അയിത്ത നിർമ്മാർജ്ജനം. ആർട്ടിക്കിൾ 18 ബഹുമതികൾ നിർത്തലാക്കാൻ. ആർട്ടിക്കിൾ 14 എന്താണ്? നിയമസമത്വം. ആർട്ടിക്കിൾ 15 വിവേചനം പാടില്ല. ആർട്ടിക്കിൾ 16 എന്താ? പൊതു നിയമങ്ങളിൽ അവസര സമത്വം ഉറപ്പുവരുത്തണം. ആർട്ടിക്കിൾ 17 അയിത്ത നിർമ്മാർജ്ജനം. ആർട്ടിക്കിൾ 18 ബഹുമതികൾ നിർത്തലാക്കൽ. മഹാത്മാഗാന്ധിക്ക് ജയ് എന്ന മുദ്രാവാക്യത്തോടെ കൂടി പാസാക്കിയ ആർട്ടിക്കിളാണ് ആർട്ടിക്കിൾ 17. തൊട്ടുകൂടായ്മ നിരോധന നിയമം നിലവിൽ വന്ന വർഷമാണ് 1955. തൊട്ടുകൂടായ്മ നിരോധനത്തിന് നിയമത്തിന് പുതിയ പേരാണ് പ്രൊട്ടക്ഷൻ ഓഫ് ദി സിവിൽ റൈറ്റ്സ് ആക്ട്. തൊട്ടുകൂടായ്മ നിയമത്തിന് പുതിയ പേരാണ് പ്രൊട്ടക്ഷൻ ഓഫ് ദി സിവിൽ റൈറ്റ്സ് ആക്ട്. നമ്മൾ പറഞ്ഞു 7 അവകാശങ്ങൾ ആദ്യം ഉണ്ടായിരുന്നു. പിന്നെ 44 ഭേദഗതി പ്രകാരം അത് എടുത്തു മാറ്റിയ ഒരു അവകാശമാണ് സ്വത്തവകാശം. ഇന്ത്യൻ ഭരണഘടന നിലവിൽ വരുമ്പോൾ മൗലിക അവകാശമായിരുന്നതും നിലവിൽ നിയമാവകാശം മാത്രമായി ഭരണഘടനയിൽ ഉൾപ്പെട്ട അവകാശമായിരുന്നു സ്വത്തവകാശം. സ്വത്തവകാശം മൗലിക അവകാശങ്ങളിൽ നിന്നും നീക്കം ചെയ്ത വർഷമാണ് 1978. സ്വത്തവകാശ നിയമാവകാശം മാത്രമാക്കി മാറ്റിയ ഭരണഘടനാ ഭേദഗതിയാണ് 44-ാം ഭേദഗതി. സ്വത്തവകാശത്തെ 44 ഭരണഘടനാ ഭേദഗതി പ്രകാരം കൂട്ടിച്ചേർത്തത് 12-ാം വിഭാഗത്തിലായിരുന്നു. അത് ആർട്ടിക്കിൾ 300A കൂട്ടിച്ചേർത്തത്. ഈ ഭേദം നടപ്പിലാക്കുക പ്രധാനമന്ത്രി ആരായിരുന്നു? മൊറാർജി ദേശായി ആയിരുന്നു. അതിൻ്റെ പ്രസിഡന്റ് നീലം സഞ്ജീവ് റെഡ്ഡി. സ്വത്തവകാശത്തെ പറ്റി ഭരണഘടനയിൽ പ്രതിപാദിച്ചിരിക്കുന്ന ആർട്ടിക്കിൾ 31 ആണ്, ഭാഗം 3. നിലവിൽ 300. ഭാഗം 12-ലാണ് സ്വത്തവകാശം ഉള്ളത്. രണ്ടാമത്തെ ഒരു അവകാശമാണ് സ്വാതന്ത്ര്യത്തിനുള്ള അവകാശം. 19 തൊട്ട് 22 വരെയാണ് പറയുന്നത്. ആർട്ടിക്കിൾ 19 6 മൗലിക സ്വാതന്ത്ര്യങ്ങൾ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. 6 എണ്ണമാണ് ആർട്ടിക്കിൾ 19 മാത്രമായിട്ടുള്ളത്. ഫസ്റ്റ് വൺ അഭിപ്രായ സ്വാതന്ത്ര്യം. 19(1)(b) നിരായുധരായി സമാധാനപരമായി ഒത്തുചേരാനുള്ള സ്വാതന്ത്ര്യം. സി സംഘടനകളും പ്രസ്ഥാനങ്ങളും രൂപവൽക്കരിക്കാനുള്ള അവകാശം. ഡി ഇന്ത്യയിലുടനീളം സഞ്ചരിക്കാനുള്ള സ്വാതന്ത്ര്യം. ഈ ഇന്ത്യയിൽ എവിടെയും താമസിക്കാനുള്ള സ്വാതന്ത്ര്യം. ഇഷ്ടമുള്ള ജോലി ചെയ്യാനുള്ള സ്വാതന്ത്ര്യം. എന്താണ്? ഫസ്റ്റ് വൺ അഭിപ്രായം, പിന്നെ ഒത്തുചേരൽ, പിന്നെന്താ സംഘടന, പിന്നെ സഞ്ചരിക്കാൻ, പിന്നെ താമസിക്കാനുള്ള, പിന്നെ ഇഷ്ടമുള്ള ജോലി ചെയ്യുന്നു. ഇത് നമുക്കൊരു കോഡല്ല, ഒരു സെൻറ്റൻസായിട്ട് പറയാം. നമ്മുടെ അഭിപ്രായം എല്ലാവരും എപ്പോഴും മാനിക്കണമെന്നില്ല. അപ്പോൾ നമ്മൾ ഒരു അഭിപ്രായം നമുക്കുണ്ടെങ്കിൽ അതിന് ഒരു 2-3 പേരെങ്കിലും നമ്മുടെ അഭിപ്രായത്തിന് യോജിക്കുന്നവരുണ്ടാവും. അപ്പോൾ അവർ നമ്മളൊരു ചർച്ച നടത്തുക അല്ലെങ്കിൽ സംസാരിക്കുക ചെയ്യും. അവരിങ്ങനെ ഒത്തുകൂടൽ, അപ്പോൾ അഭിപ്രായം ഉണ്ടായി, അതിനൊരു ഒത്തുകൂടലുണ്ടായി. അത് അഭിപ്രായം മാനിക്കുന്ന കുറച്ച് ആൾക്കാരായിട്ട് ഒത്തുകൂടി. പിന്നെന്താ, അതൊരു സംഘടനയാക്കി. എന്നും ഇടയ്ക്കിടെ ഒരു മീറ്റപ്പോ അങ്ങനെയുള്ള സംഘടനയാക്കി അവരൊരു പ്ലാൻ ചെയ്യുകയാണ്. നമുക്കൊരു ട്രിപ്പ് പോയാലോ എന്ന് വെച്ചാൽ ഇന്ത്യയിൽ ഒരു ഭാഗത്തേക്ക് ഒരു ട്രിപ്പ് പോകുക. കഴിഞ്ഞാൽ അവിടെ പോയിട്ട് എല്ലാവരും കൂടി താമസിക്കുകയാണ്. അവിടെ തന്നെ അവർ നിന്നിട്ട് അവിടെ തന്നെ ജോലി ചെയ്യാനുള്ളൊരു സ്വാതന്ത്ര്യം ഉണ്ടാക്കി. അപ്പോൾ എന്താ, അഭിപ്രായം വന്നു, ഒത്തുചേരൽ വന്നു, സംഘടന രൂപീകരിച്ചു, ട്രിപ്പ് പോയി, സ്ഥിരം താമസമാക്കി, അവിടെ താമസിച്ചു. പിന്നെന്താ, അവിടെ തന്നെ അവർ ജോലി ചെയ്തു. ഇത്രയേ ഉള്ളൂ. അടുത്തെന്താ, ആർട്ടിക്കിൾ 20 കുറ്റങ്ങൾ സ്ഥാപിക്കുന്നത് സംബന്ധിച്ചുള്ള സംരക്ഷണമാണ് ആർട്ടിക്കിൾ 20 പറയുന്നത്. ആർട്ടിക്കിൾ 20
1 മുൻകാല പ്രാബല്യത്തോടെ ക്രിമിനൽ നിയമങ്ങൾ പാസാക്കാൻ പാടില്ല. 2 ഒരു കുറ്റത്തിന് ഒരു വ്യക്തിയെ ഒന്നിലധികം തവണ ശിക്ഷിക്കാൻ പാടില്ല. ശരിയാണല്ലേ? ഒരു കുറ്റം ചെയ്തു, ഒരു ശിക്ഷ കൊടുക്കുന്നത് ശരി. വീണ്ടും വീണ്ടും ഒന്നിലധികം തവണ അവർക്ക് ശിക്ഷിക്കേണ്ട ആവശ്യമില്ല. ആർട്ടിക്കിൾ 3 ഒരു വ്യക്തിയെ അയാൾക്കെതിരെ നടന്ന തെളിവുകൾ നൽകാൻ പ്രേരിപ്പിക്കാൻ പാടില്ല. ആർട്ടിക്കിൾ 21A ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ആർട്ടിക്കിളാണ് ഈ ആർട്ടിക്കിൾ 21ഉം 21Aയും. ജീവനും വ്യക്തി സ്വാതന്ത്ര്യത്തിനുള്ള അവകാശം. മൗലിക അവകാശങ്ങളുടെ അടിത്തറ എന്നറിയപ്പെടുന്ന വകുപ്പാണ് ആർട്ടിക്കിൾ 21. ജീവനും വ്യക്തി സ്വാതന്ത്ര്യത്തിനുള്ള അവകാശം, മൗലിക അവകാശങ്ങളുടെ അടിത്തറ. പിന്നെ പൊതുസ്ഥലങ്ങളിൽ പുകവലി നിരോധിച്ചത് ഭരണഘടനയുടെ 21-ാം വകുപ്പിൻ്റെ അടിസ്ഥാനത്തിലാണ്. പുകവലി നിരോധിച്ച ആർട്ടിക്കിൾ 21. ഒരു പൗരന് സ്വന്തം ഇഷ്ടാനുസരണം ജീവിത പങ്കാളിയെ തിരഞ്ഞെടുക്കാനുള്ള അവകാശം, അതും ആർട്ടിക്കിൾ 21-ലാണ്. സ്വകാര്യതയ്ക്കുള്ള അവകാശം ഉൾപ്പെടുന്ന ആർട്ടിക്കിൾ 21. അതാണ് ആർട്ടിക്കിൾ 21A. 6-നും 14-നും ഇടയിൽ പ്രായമുള്ള കുട്ടികൾക്ക് സൗജന്യവും സാർവത്രികമായ വിദ്യാഭ്യാസം ഉറപ്പുവരുത്താൻ ആർട്ടിക്കിൾ 21A. ഭരണഘടനയുടെ സുവർണ ത്രികോണം എന്നറിയപ്പെടുന്ന ആർട്ടിക്കിളാണ് ആർട്ടിക്കിൾ 14, 19, 21. എന്താ അങ്ങനെ സുവർണ ത്രികോണം എന്ന് പറയുന്നത്? ആർട്ടിക്കിൾ 14 എന്ന് പറഞ്ഞാൽ നിയമത്തിനുള്ള അവകാശം, ആർട്ടിക്കിൾ 19 എന്ന സ്വാതന്ത്ര്യത്തിനുള്ള അവകാശം, ആർട്ടിക്കിൾ 20, 21 എന്ന് വെച്ചാൽ ജീവിക്കാനുള്ള അവകാശം. എന്ന് വെച്ചാൽ മൂന്നും ഇൻ്റർ കണക്റ്റഡ് ആയതുകൊണ്ടാണ് അതിന് സുവർണ ത്രികോണം എന്ന് പറയുന്നത്. വിദ്യാഭ്യാസത്തെ മൗലിക അവകാശമാക്കിയ ഭരണഘടന ഭേദഗതി 86-ാം ഭരണഘടന ഭേദഗതിയാണ് 2022. പാർലമെൻറ്റ് വിദ്യാഭ്യാസ അവകാശ നിയമം പാസ്സാക്കിയത് 2009 ഓഗസ്റ്റ് 26-നാണ്. പാർലമെൻറ്റ് വിദ്യാഭ്യാസ അവകാശ നിയമം പാസ്സാക്കിയത്. നിലവിൽ വന്നത് എന്നാ 2010 ഏപ്രിൽ 1-നാണ്. അടുത്ത് ആർട്ടിക്കിൾ 22. അറസ്റ്റിനും തടങ്കലിൽ വൈകുന്നതിനെതിരുള്ള അവകാശമാണ് ആർട്ടിക്കിൾ 22. ആർട്ടിക്കിൾ 23 നിർബന്ധമായി തൊഴിലെടുപ്പിക്കുന്നതിനെയും അടിമയാക്കുന്നതിനെയും മനുഷ്യക്കടത്തിനെയും നിരോധിക്കുന്നു. ആർട്ടിക്കിൾ 24 ബാലവേല നിരോധനമാണ്. ആർട്ടിക്കിൾ 24. ആർട്ടിക്കിൾ 22 എന്താണ്? അറസ്റ്റിനും തടങ്കൽ വൈകുന്നതിനും എതിരെയുള്ളൊരു അവകാശം. ആർട്ടിക്കിൾ 23 നിർബന്ധമായി തൊഴിലെടുപ്പിക്കുന്നതിനെയും അടിമയാക്കുന്നതിനെയും മനുഷ്യക്കടത്തിനെയും നിരോധിക്കുന്നു. ആർട്ടിക്കിൾ 24 ബാലവേല നിരോധനം. ബാലവേല ഉപയോഗിച്ചിട്ടില്ലാത്ത ഉൽപ്പന്നങ്ങൾക്ക് നൽകുന്ന മുദ്രയാണ് റെഗ് മാർക്ക്. ബാലവേല ഇതെന്തായാലും PSCക്ക് ചോദിക്കുന്ന ക്വസ്റ്റ്യനാണ്. ബാലവേല ഉപയോഗിച്ചിട്ടില്ലാത്ത ഉൽപ്പന്നങ്ങൾക്ക് നൽകുന്ന മുദ്ര റെഗ് മാർക്ക്. റെഗ് മാർക്ക് നിലവിൽ അറിയപ്പെടുന്നത് ഗുഡ് വീവ് എന്ന പേര്. ആദ്യം റെഗ് മാർക്കായിരുന്നു, അതിപ്പോൾ അറിയപ്പെടുന്നത് ഗുഡ് വീവ് എന്ന പേരിലാണ്. റെഗ് മാർക്ക് എന്ന ആശയത്തിന് പിന്നിൽ പ്രവർത്തിച്ച ഇന്ത്യൻ നോബൽ സമ്മാന ജേതാവാണ് കൈലാഷ് സത്യാർത്ഥി. പിന്നെ ഇയാളെക്കുറിച്ച് 2014 സമാധാനത്തിനുള്ള നോബൽ പ്രൈസ് കിട്ടിയ ഒരാളായിരുന്നു കൈലാഷ് സത്യാർത്ഥി. ബാലവേല തടയാൻ ചൈൽഡ് ലേബർ ട്രാക്കിംഗ് സിസ്റ്റം ആരംഭിച്ച സംസ്ഥാനം ബീഹാർ. ബാലവേല തടയാൻ ചൈൽഡ് ലേബർ ട്രാക്കിംഗ് സിസ്റ്റം ആരംഭിച്ച സംസ്ഥാനമാണ് ബീഹാർ. ബാലവേല വിരുദ്ധ ദിനം ജൂൺ 12. അടുത്ത മതസ്വാതന്ത്ര്യത്തിനുള്ള അവകാശം. മതസ്വാതന്ത്ര്യത്തിനുള്ള അവകാശം 25 to 28. ആർട്ടിക്കിൾ 25 മതം പ്രചരിപ്പിക്കുന്നതിനും പഠിപ്പിക്കുന്നതിനുമുള്ള സ്വാതന്ത്ര്യം കൊടുത്തത് ആർട്ടിക്കിൾ 25-ലാണ്. ആർട്ടിക്കിൾ 26 മതപരമായ കാര്യങ്ങൾ കൈകാര്യം ചെയ്യുന്നതിനും നിയന്ത്രിക്കുന്നതിനുള്ള സ്വാതന്ത്ര്യം. ആർട്ടിക്കിൾ 27 മതസംഘടനകളെ നികുതി നൽകുന്നതിൽ നിന്നും ഒഴിവാക്കിയിരിക്കുന്നു. ആർട്ടിക്കിൾ 28 ചില പ്രത്യേക വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ മതപരമായ നിർദ്ദേശങ്ങളും മതപരമായ ആരാധനകളും നടപ്പിലാക്കുന്നതിനുള്ള സ്വാതന്ത്ര്യം. മതസ്വാതന്ത്ര്യത്തിനുള്ള അവകാശം ആർട്ടിക്കിൾ 25 മതം പ്രചരിപ്പിക്കുന്നതിനും പഠിപ്പിക്കുന്നതിനുള്ള സ്വാതന്ത്ര്യം കൊടുത്തു. 26 മതപരമായ കാര്യങ്ങൾ കൈകാര്യം ചെയ്യുന്നതിന് നിയന്ത്രിക്കുന്നു. ആദ്യം സ്വാതന്ത്ര്യം കൊടുത്തു, പിന്നെ അത് നിയന്ത്രിക്കുന്നു. പിന്നെന്താ, നികുതിയിൽ നിന്ന് ഒഴിവാക്കി. പിന്നെന്താ, 26 തമ്മിൽ മതപരമായ ആരാധന നടപ്പിലാക്കുന്നതിനുള്ള സ്വാതന്ത്ര്യം. അടുത്ത സാംസ്കാരികവും വിദ്യാഭ്യാസപരവുമായ അവകാശങ്ങൾ 29, 30. 29 എന്താ, ന്യൂനപക്ഷ വിഭാഗങ്ങളുടെ താൽപ്പര്യങ്ങൾ സംരക്ഷിക്കുന്ന ഭരണഘടനാ വകുപ്പാണ് ആർട്ടിക്കിൾ 29. ആർട്ടിക്കിൾ 30 ന്യൂനപക്ഷ വിഭാഗങ്ങൾക്ക് വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ ആരംഭിക്കുന്നതിനും നടത്തുന്നതിനുള്ള അവകാശം ഉറപ്പു നൽകുന്ന വകുപ്പാണ് ആർട്ടിക്കിൾ 30. അടുത്ത ഭരണഘടനാപരമായ പ്രതിവിധികൾക്കുള്ള അവകാശം ആർട്ടിക്കിൾ 32.
ആർട്ടിക്കിൾ 32 എന്താ ഭരണഘടനാപരമായി പ്രതിവിധിക്കുള്ള അവകാശം ഇന്ത്യയുടെ ഇത് മെയിനായിട്ടുള്ളൊരു പോയിൻ്റാണ് കേട്ടോ. ഇന്ത്യൻ ഭരണഘടനയുടെ ഹൃദയവും ആത്മാവും എന്ന് അംബേദ്കർ വിശേഷിപ്പിച്ച വകുപ്പ് ഏതാണ് ചോദിക്കും. 32 അവകാശം 32 ഇന്ത്യൻ ഭരണഘടനയുടെ ഹൃദയവും ആത്മാവും എന്ന് അംബേദ്കർ വിശേഷിപ്പിച്ച വകുപ്പാണ് 32. മൗലിക അവകാശങ്ങളിൽ മൗലികമായത് എന്നറിയപ്പെടുന്ന ആർട്ടിക്കിളാണ് അവകാശം 32. സുപ്രീം കോടതി റിട്ട് പുറപ്പെടുവിക്കുന്നത് ആർട്ടിക്കിൾ 32 ഹൈക്കോടതി റിട്ട് പുറപ്പെടുവിക്കുന്നത് 226 ആർട്ടിക്കിളിലുമാണ്. ആർട്ടിക്കിൾ 33 മൗലിക അവകാശങ്ങളിൽ പ്രതിപാദിച്ചിട്ടുള്ള അവകാശങ്ങളിൽ ഭേദഗതി വരുത്താനുള്ള അധികാരം ആർട്ടിക്കിൾ 31 ആർട്ടിക്കിൾ 34 ആയോധന നിയമപ്രകാരം ഏതെങ്കിലും പ്രദേശത്ത് അവകാശങ്ങൾക്ക് നിയന്ത്രണം ഏർപ്പെടുത്താനുള്ള അധികാരം ആർട്ടിക്കിൾ 35 ഭരണഘടന പ്രതിവിധിക്കുള്ള വ്യവസ്ഥകൾ നടപ്പിലാക്കാനുള്ള നിയമനിർമ്മാണം. നമുക്കൊന്ന് ആദ്യം തൊട്ട് നോക്കാം. ഇതൊക്കെ നമ്മൾ നോക്കിയിരുന്നു. മൗലിക അവകാശങ്ങൾ, നമുക്ക് ഈ മൗലിക അവകാശങ്ങളൊന്ന് ഷോർട്ടായിട്ട് ജസ്റ്റ് ഒന്ന് പറയാം കേട്ടോ. ഫസ്റ്റ് വൺ സമത്വത്തിനുള്ള അവകാശം, റൈറ്റ് ടു ഇക്വാളിറ്റി. 14 തൊട്ട് 18 വരെയാണ് പറയുന്നത്. എന്ന് വെച്ചാൽ നിയമത്തിന് മുന്നിൽ എല്ലാവരും തുല്യരാണ്. മതം, ജാതി, ലിംഗം, ജനനസ്ഥലം എന്നിവയുടെ പേരിൽ വിവേചനം ചെയ്യാൻ ആരെയും അനുവദിക്കാൻ പാടില്ല. സെക്കൻഡ് വൺ സ്വാതന്ത്ര്യത്തിനുള്ള അവകാശം, റൈറ്റ് ടു ഫ്രീഡം. ആർട്ടിക്കിൾ 19 തൊട്ട് 22 വരെയാണ്. അഭിപ്രായ സ്വാതന്ത്ര്യം, സംഘടനാ സ്വാതന്ത്ര്യം, സഞ്ചാര സ്വാതന്ത്ര്യം, തൊഴിൽ ചെയ്യാനുള്ള സ്വാതന്ത്ര്യം എന്നിവ ഇതിൽ ഉൾപ്പെടുന്നു. തേർഡ് വൺ ചൂഷണത്തിനെതിരെയുള്ള അവകാശം, 23, 24. റൈറ്റ് അഗെയിൻസ്റ്റ് എക്സ്പ്ലോയിറ്റേഷൻ, നിർബന്ധിത തൊഴിൽ, മനുഷ്യക്കടത്ത്, ബാലവേല, 14 വയസ്സിന് താഴെയുള്ള കുട്ടികളെ കൊണ്ട് ജോലി ചെയ്യിപ്പിക്കുന്നത് എന്നിവയുടെ നിരോധനമാണ്. നാലാമത്തെ മതസ്വാതന്ത്ര്യത്തിനുള്ള അവകാശം, റൈറ്റ് ടു ഫ്രീഡം ഓഫ് റിലീജിയൻ. ആർട്ടിക്കിൾ 25 to 28 ഇഷ്ടമുള്ള മതം വിശ്വസിക്കാനും ആചരിക്കാനും പ്രചരിപ്പിക്കാനുള്ള അവകാശമാണ് മതസ്വാതന്ത്ര്യത്തിനുള്ള അവകാശത്തിൽ പറയുന്നത്. ഫിഫ്ത്ത് വൺ സാംസ്കാരികവും വിദ്യാഭ്യാസപരമായ അവകാശം, 29, 30. കൾച്ചറൽ ആൻഡ് എഡ്യൂക്കേഷണൽ റൈറ്റ്സ്, ന്യൂനപക്ഷങ്ങളുടെ ഭാഷാപരവും മതപരവുമായ താൽപ്പര്യങ്ങൾ സംരക്ഷിക്കുന്നതിനും അവർക്ക് വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ തുടങ്ങുന്നതിനുമുള്ള അവകാശം കൊടുക്കലാണ് സാംസ്കാരികവും വിദ്യാഭ്യാസപരമായ അവകാശങ്ങളിൽ പറയുന്നത്. ലാസ്റ്റ് വൺ ഭരണഘടനാപരമായ പ്രതിവിധികൾക്കുള്ള അവകാശം, റൈറ്റ് ടു കോൺസ്റ്റിറ്റ്യൂഷണൽ റെമഡീസ്. ആർട്ടിക്കിൾ 32 to 35. മൗലിക അവകാശങ്ങൾ ലംഘിക്കപ്പെട്ടാൽ സുപ്രീം കോടതിയെ സമീപിക്കാനുള്ള അവകാശം. ഡോക്ടർ BR അംബേദ്കർ ഇതിനെ ഭരണഘടനയുടെ ഹൃദയവും ആത്മാവും എന്നാണ്, ഹാർട്ട് ആൻഡ് സോൾ എന്നാണ് വിശേഷിപ്പിച്ചിരിക്കുന്നത്. മൗലിക അവകാശങ്ങൾ ഉണ്ട്. 14 സമത്വത്തിനുള്ള അവകാശങ്ങൾ, 14 എന്താ പറയുന്നത്, നിയമസമത്വവും നിയമപരിരക്ഷയും. ആർട്ടിക്കിൾ 15 എന്താ വിവേചനം പാടില്ല. 16 പൊതു നിയമങ്ങളിൽ അവസര സമത്വം ഉറപ്പുവരുത്തുന്നു. ആർട്ടിക്കിൾ 17 അയിത്ത നിർമ്മാർജ്ജനം. ആർട്ടിക്കിൾ 19 ബഹുമതികൾ നിർത്തലാക്കൽ. മഹാത്മാഗാന്ധി കി ജയ് എന്ന മുദ്രാവാക്യം പറഞ്ഞിരിക്കുന്ന ആർട്ടിക്കിൾ 17 തൊട്ടുകൂടായ്മ നിയമം. പിന്നെ തൊട്ടുകൂടായ്മ നിയമത്തിൻ്റെ പുതിയ പേര് പ്രൊട്ടക്ഷൻ ഓഫ് ദ സിവിൽ റൈറ്റ്സ് ആണ്. പിന്നെ സ്വത്തവകാശമാണ് 44 ഭേദഗതി പ്രകാരം എടുത്തു കളഞ്ഞത്. പിന്നെ സ്വാതന്ത്ര്യത്തിനുള്ള അവകാശം 19 മൗലിക സ്വാതന്ത്ര്യങ്ങളാണ് പറയുന്നത്. നമ്മൾ പറഞ്ഞ അഭിപ്രായ സ്വാതന്ത്ര്യം, അഭിപ്രായം ഉണ്ടായിരുന്നു, ഒരു ഒത്തുചേരലുണ്ടായിരുന്നു, സംഘടന രൂപീകരിച്ചു, സഞ്ചരിച്ചു, അവിടെ പോയി താമസിച്ചു, പിന്നെ ഇഷ്ടമുള്ള ജോലി ചെയ്യാനുള്ള സ്വാതന്ത്ര്യം. ആർട്ടിക്കിൾ 30 എന്താ, മുൻകാല പ്രാബല്യത്തോടെ ക്രിമിനൽ നിയമങ്ങൾ പാസ്സാക്കാൻ പാടില്ല. ഒരു കുറ്റത്തിന് ഒരു വ്യക്തിയെ ഒന്നിലധികം ശിക്ഷിക്കാൻ പാടില്ല. പിന്നെ ആർട്ടിക്കിൾ 21 എന്താ, ജീവനും വ്യക്തി സ്വാതന്ത്ര്യത്തിനുള്ള അവകാശം, മൗലിക അവകാശങ്ങളുടെ അടിത്തറ എന്നറിയപ്പെടുന്ന വകുപ്പാണ് ആർട്ടിക്കിൾ 21. പൊതുസ്ഥലങ്ങളിൽ പുകവലി നിരോധിച്ചത് ഭരണഘടനയുടെ 21 വകുപ്പിൻ്റെ അടിസ്ഥാനത്തിലാണ്. സ്വകാര്യതയ്ക്കുള്ള അവകാശം ഉൾപ്പെടുന്നു. പിന്നെ 21A 6-നും 14-നും ഇടയിൽ പ്രായമുള്ള കുട്ടികൾക്ക് സൗജന്യ വിദ്യാഭ്യാസം ഉറപ്പുവരുത്തുന്നു. സുവർണ ത്രികോണം 14, 19, 21. വിദ്യാഭ്യാസ മൗലിക അവകാശമാക്കി ഭരണഘടന 86 ഭേദഗതിയാണ് 2022. പാർലമെൻറ്റ് വിദ്യാഭ്യാസ അവകാശ നിയമം പാസ്സാക്കിയത് 2009 ഓഗസ്റ്റ് 26-നാണ്. ആർട്ടിക്കിൾ 22 അറസ്റ്റിനും തടങ്കലിൽ വൈകുന്നതിനെതിരെയുള്ള അവകാശം. ആർട്ടിക്കിൾ 23 നിർബന്ധമായി തൊഴിലെടുപ്പിക്കുന്നതിനെയും അടിമയാക്കുന്നതിനെയും ഉള്ള മനുഷ്യക്കടത്തിനെ നിരോധിക്കുന്നു. ആർട്ടിക്കിൾ 24 ബാലവേല നിരോധന നിയമം.
ബാലവേല ഉപയോഗിച്ചിട്ടില്ലാത്ത ഉൽപ്പന്നങ്ങൾക്ക് നൽകുന്ന മുദ്രയാണ് റെഗ് മാർക്ക്. ഇത് ഇപ്പോൾ അറിയപ്പെടുന്നത് ഗുഡ് വേവ് എന്നാണ്. റെഡ് മാർക്ക് എന്ന ആശയത്തിന് പിന്നിൽ പ്രവർത്തിച്ച ഇന്ത്യൻ നോബൽ സമ്മാന ജേതാവാണ് കൈലാഷ് സത്യാർത്ഥി. 2014 സമാധാനത്തിനുള്ള നോബൽ സമ്മാനം ലഭിച്ചത് ഇയാൾക്കായിരുന്നു. ബാലവേല തടയാൻ ചൈൽഡ് ലേബർ ട്രാക്കിംഗ് സിസ്റ്റം ആരംഭിച്ച സംസ്ഥാനമാണ് ബീഹാർ. ബാലവേല വിരുദ്ധ ദിനം ജൂൺ 12-നാണ്. അടുത്ത മതസ്വാതന്ത്ര്യത്തിനുള്ള അവകാശം. മതം പ്രചരിപ്പിക്കുന്നതിനും പഠിപ്പിക്കുന്നതിനുള്ള സ്വാതന്ത്ര്യമാണ് ആർട്ടിക്കിൾ 25. 26 മതപരമായ കാര്യങ്ങൾ കൈകാര്യം ചെയ്യുന്നതിനുള്ള നിയന്ത്രിക്കുന്നതിനുള്ള സ്വാതന്ത്ര്യം. 27 മതസംഘടനകളെ നികുതി നൽകുന്നതിന് ഒഴിവാക്കിയിരിക്കുന്നു. 28 ചില പ്രത്യേക വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ മതപരമായ നിർദ്ദേശങ്ങളിൽ മതപരമായ ആരാധനകളും നടപ്പിലാക്കുന്നതിനുള്ള സ്വാതന്ത്ര്യം. അടുത്ത സാംസ്കാരികവും വിദ്യാഭ്യാസപരവുമായ അവകാശങ്ങൾ 29. 30 അത് ന്യൂനപക്ഷ വിഭാഗങ്ങളുടെ താൽപ്പര്യങ്ങൾ സംരക്ഷിക്കുന്ന ഭരണഘടനാ വകുപ്പാണ്. ആർട്ടിക്കിൾ 30 ന്യൂനപക്ഷ വിഭാഗങ്ങൾക്ക് വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ ആരംഭിക്കുന്നതിനും നടത്തുന്നതിനുള്ള അവകാശം ഉറപ്പു നൽകുന്ന വകുപ്പ്. ലാസ്റ്റ് വണ്ണാണ് ഭരണഘടനാപരമായ പ്രതിവിധികൾക്കുള്ള അവകാശം. ആർട്ടിക്കിൾ 32 ഭരണഘടനാപരമായ പ്രതിവിധിക്കുള്ള അവകാശം ഇന്ത്യൻ ഭരണഘടനയുടെ ഹൃദയവും ആത്മാവും എന്ന് അംബേദ്കർ വിശേഷിപ്പിച്ച വകുപ്പാണ്. 32 മൗലിക അവകാശങ്ങളിൽ മൗലികമായത് എന്നറിയപ്പെടുന്നതാണ് ആർട്ടിക്കിളാണ്. എന്താണ് റിട്ട് എന്ന് പറഞ്ഞാൽ ഫണ്ടമെൻ്റൽ റൈറ്റ് നമുക്ക് നിഷേധിക്കപ്പെടുന്നു എന്ന് അറിയുമ്പോൾ പുറപ്പെടുവിക്കുന്നതാണ് റിട്ടുകൾ എന്ന് പറഞ്ഞാൽ. മൗലിക അവകാശങ്ങൾ സംരക്ഷിക്കുന്നതിന് വേണ്ടി കോടതി പുറപ്പെടുവിക്കുന്ന ഉത്തരവുകളെയാണ് നമ്മൾ റിട്ട് എന്ന് പറയുന്നത്. ഇത് സുപ്രീം കോടതി റിട്ട് ഇഷ്യൂ ചെയ്താണ് ആർട്ടിക്കിൾ 32-ലാണ് പറയുന്നത്. ഹൈക്കോടതി റിട്ട് ഇഷ്യൂ ചെയ്യുന്നത് 226-ലാണ്. 5 തരത്തിലുള്ള റിട്ടാണുള്ളത്. ഹേബിയസ്, മാൻഡമസ്, കോവാറൻറ്റോ, സെർഷ്യോറോ, പ്രൊഹിബിഷൻ. നമുക്കിത് ഡീറ്റെയിൽ ആയിട്ട് അടുത്ത വീഡിയോയിൽ നമുക്ക് പറയാം. അടുത്ത ആർട്ടിക്കിൾ 33 മൗലിക അവകാശങ്ങളിൽ പ്രതിപാദിച്ചിട്ടുള്ള അവകാശങ്ങളിൽ ഭേദഗതി വരുത്താനുള്ള അധികാരമുള്ളത് ആർട്ടിക്കിൾ 33-ലാണ്. ആർട്ടിക്കിൾ 34 ആയോധന നിയമപ്രകാരം ഏതെങ്കിലും പ്രദേശത്തെ അവകാശങ്ങൾക്ക് നിയന്ത്രണം ഏർപ്പെടുത്താനുള്ള അധികാരം. ആർട്ടിക്കിൾ 35 ഭരണഘടനാ പ്രതിവിധിക്കുള്ള അവകാശങ്ങൾ വ്യവസ്ഥകൾ നടപ്പിലാക്കാനുള്ള നിയമനിർമ്മാണം. ഇത്രയാണ് നമ്മൾ ഇന്ന് പറഞ്ഞ കാര്യങ്ങൾ. മൗലിക അവകാശങ്ങൾ ഡീറ്റെയിൽഡായിട്ട് പറഞ്ഞിട്ടുണ്ട്. എല്ലാവരും വീണ്ടും റിപ്പീറ്റ് ചെയ്തിട്ട് നന്നായി പഠിക്കുക. താങ്ക് യു.